അടുത്തതാണ് പ്രീ സ്കൂൾ സ്റ്റേജ്. ഈ സ്റ്റേജാണ് 3 to 5 ഇയേഴ്സ് വരെ. അതായത് ഈ ഒരു സ്റ്റേജിൽ ബേസിക് വെർച്യു എന്ന് പറയുന്നത് പർപ്പസാണ്. അതുപോലെ സൈക്കോ സോഷ്യൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റാണ്. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ കുട്ടികൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് വൈ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ, ചെറിയ കുട്ടികൾ ഇതെന്തെങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നത്, അതൊക്കെ ഈ ഒരു സ്റ്റേജിലാണ്. അപ്പോൾ ഇവർ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രിട്ടൻ പ്ലേകൾ, അതായത് ഇമാജിനറി പ്ലേകളൊക്കെ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ സ്റ്റേജിലാണ്. ഈ ഒരു സ്റ്റേജിൽ പാരൻസ് ശ്രദ്ധിക്കേണ്ടത് അവരുടെ ക്യൂരിയോസിറ്റീനെ ഇല്ലാതാക്കാതെ നോക്കുക. അതായത് അങ്ങനെ വരുമ്പോൾ അപ്പോൾ ഇവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതൊക്കെ സ്റ്റോപ്പ് ചെയ്യിക്കുകയാണ്. നീ എന്തിന് ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിക്കണേ, ഇനി ചോദിക്കരുത്, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ എഫക്റ്റ് ചെയ്യാന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ക്യൂരിയസ് ആവുന്നത്, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ക്യൂരിയസ് ആവുന്നു എന്നുള്ളതിൻ്റെ ഗിൽട്ടായി മാറും അത്. അതുപോലെ തന്നെ അവരുടെ സെൽഫിനെ തന്നെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സോഷ്യൽ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവരുടെ സെൽഫിനെ എക്സ്പ്രസ് ചെയ്യാൻ തന്നെ അവർക്ക് മനസ്സിലാവാൻ അതല്ലെങ്കിൽ ഡിഫിക്കൽട്ടായിട്ട് മാറും. സ്കൂൾ ഏജ് 6 വയസ്സ് മുതൽ 12 വയസ്സുള്ള ടൈമും. ഈ ടൈമിൽ ബേസിക് വെർച്യു എന്ന് പറയുന്നത് കോമ്പിറ്റൻസ് ആണ്. അതുപോലെ സൈക്കോ സോഷ്യൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റിയാണ്. ഈ ടൈമിലാണ് നമ്മൾ പിയേഴ്സ് ആയിട്ടുള്ള കമ്പാരിസൺ നടത്തുക, ലേൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക, റീഡിങ് റൈറ്റിംഗ് കൗണ്ടിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ചെറിയ ചെറിയ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര കോമ്പിറ്റൻസ് കാണിക്കുന്നത്, ചെറിയ അച്ചീവ്മെൻറ്റ്സ് കിട്ടുന്നതിലൂടെ സെൽഫ് വർത്തിനെ ബിൽഡ് ചെയ്യുന്നതും ഒക്കെ ഈ ടൈമിലാണ്. ഈ ഒരു സ്റ്റേജിൽ പാരൻസ് അവരുടെ എഫേർട്സിനെ അപ്രീഷിയേറ്റ് ചെയ്യുക മാത്രമല്ല അവർ ഇൻവോൾവ് ചെയ്യിപ്പിക്കാനും എഫേർട്ട് എടുക്കണം. അതായത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ആർട്സ്, സ്പോർട്സ്, അതുപോലെ ഹോംവർക്കുകൾ ചെയ്യാനായിക്കോട്ടെ, അതിനൊക്കെ ഒരു ഇൻവോൾവിങ് ആയിട്ടുള്ള ഒരു പാർട്ട് നമ്മൾ പാരൻസ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്നത് അവരുടെ എഫേർട്സ്, അവർ ചാലഞ്ചസ് ഏറ്റെടുക്കാൻ റെഡിയാവില്ല. അതുപോലെ തന്നെ അവർ വർത്ത് അല്ല എന്നുള്ളൊരു ഫീല് കുട്ടികൾക്ക് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കാലങ്ങളായിട്ട് നമുക്ക് കിട്ടിയ പാരൻറ്റിങ് നമ്മളുടെ മക്കൾക്കും കൊടുത്ത് തിരിച്ചവരും അവരുടെ മക്കൾക്ക് കൊടുത്ത് അങ്ങനെ ഒരു ടോക്സിക് ആയിട്ടുള്ളൊരു പാരൻറ്റിങ് കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ടെങ്കിൽ ലെറ്റ്സ് ബ്രേക്ക് ദാറ്റ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും മക്കൾക്ക് വേണ്ടി എന്നുള്ളത് ലേൺ ചെയ്യുക. അവർക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കുക. ഒരു എവർലാസ്റ്റിംഗ് ട്രോമ കുട്ടികൾ ക്രിയേറ്റ് ചെയ്യാതെ അത് നിർത്തിക്കൊണ്ട് നമുക്ക് പുതിയൊരു നല്ലൊരു പാരൻറ്റിങ് സ്റ്റൈല് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ ഇനിയും റിലേറ്റഡ് ആയിട്ട് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബി കൈൻഡ് ടു യുവർ മൈൻഡ്. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ.